ഹായ് ഹലോ ഗായ്സ്. അപ്പോൾ ഇന്നത്തെ നമ്മൾ ടോപ്പിക് എന്ന് പറയുന്നത് മാനിഫെസ്റ്റേഷൻ. മാനിഫെസ്റ്റേഷൻ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആഗ്രഹിക്കില്ല എന്തോ നമുക്ക് നേടിയെടുക്കാൻ പറ്റുമോ എന്ന് എന്നോട് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും യെസ്. എന്നാൽ ഇതൊരു മാജിക് അല്ല. ബട്ട് സംടൈംസ് ഇറ്റ് വർക്ക്സ് ലൈക്ക് മാജിക്. നമ്മൾ പോലും അറിയാതെ ആ സാധനം നമ്മളിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് സത്യം. എന്നാൽ എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യാം, എങ്ങനെയാണിത് ചെയ്യേണ്ടത് എന്നറിയാത്ത കുറേ പേരുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. മാനിഫെസ്റ്റേഷനെ പറ്റി ആദ്യം പറയുമ്പോൾ നമ്മൾ അറിയേണ്ടത് ലോ ഓഫ് അട്രാക്ഷനെ പറ്റിയിട്ടാണ്. നമ്മൾ എന്ത് കൂടുതൽ ചിന്തിക്കുന്നോ, നമ്മൾ എന്ത് കൂടുതൽ പറയുന്നോ അത് തന്നെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. നമ്മൾ നമ്മളോട് തന്നെ പറയുകയാണ് ഞാനൊരു തോൽവിയാണ്, എന്നെ കൊണ്ടൊന്നും പറ്റില്ല, ഇതൊക്കെ സാധിക്കുമോ എന്നാൽ നിങ്ങളെ തന്നെ ഡൗട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു നല്ല ലൈഫ് കിട്ടില്ല എന്നുള്ളതാണ് സത്യം. മറിച്ച് നിങ്ങൾ ഈ നെഗറ്റീവ് തോട്ട്സൊക്കെ ഒഴിവാക്കി പോസിറ്റീവായി എന്നെക്കൊണ്ട് പറ്റും, ഞാനിത് സാധിക്കും എന്നൊക്കെ നിങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്കത് പോസിറ്റീവ് ലൈഫ് കൊണ്ടുവരാൻ സാധിക്കും. ഇനി എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യാം, ഹൗ ടു മാനിഫെസ്റ്റ് എന്തോ ആയിക്കോട്ടെ, പണം അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ എന്ത് തന്നെ ആയിക്കോട്ടെ, എങ്ങനെ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യാം. ഇതിലെ ആദ്യത്തെ സ്റ്റെപ്പാണ് ആസ്ക് എന്ന് പറയുന്നത്. ചോദിക്കുക, നിങ്ങൾക്ക് എന്ത് വേണം എന്നുള്ളത് വളരെ ക്ലാരിറ്റിയോടെ വേണം നിങ്ങൾ ചോദിക്കാൻ. ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു കാർ വേണം, പക്ഷേ ഏത് കാറെന്ന് നിങ്ങൾ പറഞ്ഞില്ല, അതുകൊണ്ട് നിങ്ങൾക്കത് കിട്ടില്ല. നിങ്ങൾ ഏത് കാർ, ഇപ്പം നിങ്ങൾക്കൊരു BMW വേണമെങ്കിൽ BMW ഇന്ന മോഡൽ ഇന്ന കളർ കാറെന്ന് നിങ്ങൾ പറയണം. ഇനി അടുത്ത സ്റ്റെപ്പ്, ബി ഗ്രേറ്റ്ഫുൾ ഫോർ ദ തിങ്സ് ദാറ്റ് യു ഹാവ്. നിങ്ങളെപ്പോഴും നന്ദിയുള്ളവരായിരിക്കുക. നിങ്ങൾക്ക് എപ്പോഴും എനിക്കിതില്ലല്ലോ എനിക്കതില്ലല്ലോ എന്ന് നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ഒന്നും തന്നെ കിട്ടാൻ പോകുന്നില്ല. മറിച്ച് നിങ്ങൾക്ക് ഉള്ളതിനെ നിങ്ങൾ നന്ദി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുമെന്നുള്ളതാണ് സത്യം. പിന്നെ മറ്റൊരു കാര്യം, നിങ്ങൾ ബാക്കിയുള്ളവരുടെ സക്സസ് കാണുമ്പോൾ അത് നിങ്ങളുടെ സക്സസ്സായി ഫീൽ ചെയ്യാനായി ശ്രമിക്കുക. ഇത് നിങ്ങളുടെ മാനിഫെസ്റ്റ് ചെയ്ത കാര്യങ്ങൾ വേഗത്തിൽ നടക്കാനായി സാധിക്കുന്ന ഒരു ടിപ്പാണ്. ഇനി അടുത്ത സ്റ്റെപ്പ്, ട്രസ്റ്റ് ചെയ്യുക. നിങ്ങളൊരു കാര്യം മാനിഫെസ്റ്റ് ചെയ്ത് ഇത് അടുത്ത സെക്കൻഡിൽ തന്നെ ഡൗട്ട് ചെയ്യരുത്. ഇതൊക്കെ നടക്കുമോ, ഇതൊക്കെ എനിക്ക് കിട്ടുമോ എന്ന് നിങ്ങൾ ഡൗട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആ മാനിഫെസ്റ്റേഷൻ കംപ്ലീറ്റ്ലി വർക്കാവാതെ പോകും. ഇതുകൊണ്ടാണ് കുറേ പേർക്കൊന്നും മാനിഫെസ്റ്റേഷൻ വർക്കാവാതെ വരുന്നത്. പിന്നീട് മറ്റൊരു കാര്യം, എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുകയാണെങ്കിലും അതിനൊരു കൺസിസ്റ്റൻസി വെക്കാം. കൺസിസ്റ്റൻസി ഇല്ലെങ്കിൽ അത് നടക്കില്ല എന്നുള്ളത് ഉറപ്പാണ്. നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ട് എന്നാൽ കൺസിസ്റ്റൻസി ഇല്ല, അപ്പോൾ അത് വർക്കാവില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. കൺസിസ്റ്റൻസിയോടെ നിങ്ങൾ എന്തൊരു കാര്യം ചെയ്യുകയാണെങ്കിലും അതിന് റിസൾട്ട് ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ്. സോ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും കൺസിസ്റ്റൻസായി മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് പിന്നെയും ഡൗട്ട് ചെയ്യാൻ തുടങ്ങും, ഇതൊക്കെ വർക്കാവോ എന്ന്. പക്ഷെ ഞാനും ഇതുപോലെ ഒരു സമയം ഡൗട്ട് ചെയ്ത ഒരു സമയം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാൻ അതെപ്പോൾ മാറ്റി പിന്നെ എപ്പോൾ ഞാൻ ട്രസ്റ്റ് ചെയ്യാൻ തുടങ്ങിയ അപ്പോഴൊക്കെ എനിക്ക് റിസൾട്ട്സ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ പോലും വിചാരിക്കാതെ ആ ഒരു സംഭവം നടക്കും, ഞാൻ അങ്ങനെ നടക്കുമോ എന്ന് വിചാരിച്ചൊരു സംഭവം ഉണ്ടായിരുന്നു. അതുവരെ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെയോ അത് മാജിക്കലി നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. സോ നിങ്ങളും എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇപ്പോഴും ഇതൊന്നും വിശ്വസിക്കാതെ ഈ 2026 നിങ്ങൾ ഇതുണ്ടായിട്ട് നിങ്ങളിത് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര മിസ്സായി. സോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്ര ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. സോ ഇതുപോലത്തെ കണ്ടൻസ് ടോപ്പിക്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ ബൈ ബൈ. അടുത്ത വീഡിയോയിൽ എന്തായാലും നമുക്ക് കാണാം. സോ നിങ്ങൾ എല്ലാവരും മാനിഫെസ്റ്റ് ചെയ്യും എന്ന് വിചാരിക്കുന്നു. സോ അടുത്ത വീഡിയോ കാണാം. ബൈ.